മസനഗുഡി വഴി ഊട്ടിയിലേക്കൊന്ന് പോയാലോ? ഇൻസ്റ്റാഗ്രാമൊക്കെ തുറക്കുമ്പോൾ ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. അപ്പോൾ മസനഗുഡി വഴി അല്ലെങ്കിലും ഞങ്ങളൊരു ഷോർട്ട് ട്രിപ്പ് പോവാണ് ഊട്ടിയിലേക്ക്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഊട്ടി വരെ പോയ യാത്രേനെ പറ്റിയിട്ട്, ഞങ്ങൾ ഏത് റൂട്ടിലൂടെയാണ് പോയത്, പിന്നെ ഊട്ടിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത ഹോട്ടലിനെ പറ്റിയിട്ടും ഒക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് കുതിരൻ ടണലിലാണ്. ഞങ്ങൾ പാലക്കാട് റൂട്ട് കോയമ്പത്തൂർ ടച്ച് ചെയ്തിട്ട് മേട്ടുപ്പാളയം വഴിയാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ് ഓക്സിജനിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എറണാകുളത്ത് നിന്ന്. ഞങ്ങൾ പാലക്കാട് ഈ കുതിരൻ ടണലിൽ എത്തുമ്പോഴത്തേക്ക് ഏകദേശം അറൗണ്ട് 7 o'clock 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എത്തി. ഭയങ്കര സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് വേറെ ട്രാഫിക് കൺജഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ സിഗ്നൽസ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ കഴിയുന്നത് നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ രാവിലെ തന്നെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ട്രാഫിക്കൊക്കെ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ ഏകദേശം എത്താനായി. അപ്പോൾ രാവിലെ ഒരു 8 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ഒരു ആര്യാസ് കണ്ടു. അപ്പോൾ ആര്യാസ് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന റൂട്ടിലാണ് പോത്തീസ്, കുമരകം സിൽക്സ്, ചെന്നൈ സിൽക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ബോർഡർ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ ഡിഫറൻസ് മനസ്സിലാവും. എന്താണ് ആ ഒരു കൾച്ചർ ഡിഫറൻസ്. അതേപോലെ തന്നെ ഇവിടെ ഒന്നും ഹെൽമെറ്റിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല. കുറേ 2 വീലേഴ്സ് ഉണ്ട്, ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ടൊക്കെയാണ് പോകുന്നത്. അതേപോലെ പണ്ടത്തെ ആ മോർപ്പെഡ് ഉണ്ട്, പിന്നെ അതേപോലെ കാളവണ്ടി, അങ്ങനത്തെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും രണ്ട് സ്റ്റേറ്റ്സിൻ്റെ തമ്മിൽ. അതുപോലെ ഇവിടെ നിന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിക്ക കടകളുടെ ഫ്രണ്ടിലും മറ്റേ മഞ്ഞപ്പൊടി വെച്ചിട്ടുള്ള വെള്ളം തളിച്ചിട്ടാണ് അവർ ആ കോലങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നത്. മിക്ക കടയിലും ഫ്രണ്ടിലും കോലങ്ങൾ ഉണ്ട്. അതേപോലെ തന്നെ മഞ്ഞൾ പൊടി വെച്ചിട്ടുള്ള വെള്ളം വെച്ചിട്ടാണ് അവർ ഇത് കഴുകിയിട്ടൊക്കെയാണ് ഇത് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ സിറ്റിയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മേട്ടുപ്പാളയൊക്കെ എത്തുന്ന സമയത്ത് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു റോഡ് ഫുൾ ബ്ലോക്ക് ആക്കിയിട്ട് അവർ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഭയങ്കര ഇടുങ്ങിയ റോഡിലൂടെയാണ്. മീൻസ് ഇരുവശത്തും നിങ്ങൾക്ക് കാണാം അങ്ങനെ വേറെ കൺസ്ട്രക്ഷനോ കാര്യങ്ങളൊന്നുമില്ല, ബാരൻ ലാൻഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെയാണ്. പിന്നെ ചില സ്ഥലത്തൊക്കെ വാഴയും മറ്റുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വേറൊരു റൂട്ട് ഞങ്ങളെ തിരിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ ഒരു 1.5 hours ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ലോസാണ്. അപ്പോൾ മേട്ടുപ്പാളയത്തു നിന്ന് ഞങ്ങൾ കുറേ വഴിയൊക്കെ തെറ്റി വേറെ ഡീവിയേഷനിലൊക്കെ കൂടി പോയി. ഞങ്ങൾക്ക് കുറേ സമയം അവിടെ വേസ്റ്റായി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് മെയിൻ റൂട്ടിലേക്ക് വന്ന് NH 81 കയറിയിട്ടാണുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ കരിക്ക് വിൽക്കുന്ന ചേട്ടനെ കണ്ടെന്നാൽ, പിന്നെ നല്ല ചൂടൊക്കെയാണ്, എന്നാൽ ഒരു കരിക്ക് കുടിച്ചിട്ട് ബാക്കി യാത്രയാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കരിക്കൊക്കെ കുടിച്ച് നോക്കുമ്പോൾ അവിടെ പൊങ്ങുണ്ടായിരുന്നു, മറ്റേ തെങ്ങിൻ്റെ. അപ്പോൾ അതിന് ഒരെണ്ണത്തിന് 100 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ എന്നാൽ അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് പുള്ളി ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഹെയർ പിൻസ് സ്റ്റാർട്ട് ചെയ്തു. 14 ഹെയർ പിന്നാണ് ഊട്ടി വരെ ഉള്ളത്. അപ്പോൾ ഊട്ടിക്കും മേട്ടുപ്പാളയത്തിൻ്റെ ഇടയ്ക്ക് കുണൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊട്ടിയിലേക്ക് ബാക്കിയുള്ള യാത്ര തിരിച്ചത്. ബിക്കോസ് എനിക്ക് കുറച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ട്രാവൽ സിക്നെസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിർത്തി അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് മെല്ലെ ആയിരുന്നു. പിന്നെ 18 കിലോമീറ്റേഴ്സോളം ഉണ്ട് കുണൂർ ടു ഊട്ടി. അതും ഈ പറയുന്ന ഹെയർ പിൻസ് ഒക്കെയാണ്. അടിപൊളി വ്യൂ ആണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തു. ചിലതൊക്കെ എനിക്കിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങളൊരു 2:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ക്ലബ് ഓക്സിജൻ റിസോർട്ടിലേക്ക് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ 1201 എന്ന് പറയുന്ന സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒരു 5:36 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ആ റിസോർട്ടും പരിസരങ്ങളും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഒരു അറൗണ്ട് ഒരു 6 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് അവരുടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒന്ന് ആ ഒരു പ്രമൈസസിലൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇവിടെ വന്ന സമയത്ത് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു, പക്ഷെ അത്രയും കാറ്റും ഇൻറ്റൻസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ ഞങ്ങളൊരു 5:30 ആകുമ്പോഴത്തേക്കും ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് ഭയങ്കര കാറ്റും തണുപ്പുമാണ്. അപ്പോൾ വേഗം ഞങ്ങൾ പോയിട്ട് സ്വെറ്ററും ജാക്കറ്റ്സൊക്കെ എടുത്തിട്ടു. അപ്പോൾ ഞങ്ങൾ ഊട്ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ചെവി കവർ ചെയ്യുന്ന പോലത്തെ ക്ലോത്ത്സ്, മഫ്ലേഴ്സോ ഹൂഡീസോ എന്തെങ്കിലും എടുക്കാൻ നോക്കുക. ബിക്കോസ് ഒരു 5:36 ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര കാറ്റാണ്. തണുപ്പിനെക്കാട്ടും കൂടുതൽ ആ കാറ്റും കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കൊക്കെ. അപ്പോൾ കഴിയുന്നതും വിൻ്റർ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ എടുക്കുക നിങ്ങൾ വരുമ്പോൾ. അതേപോലെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കും വോമായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഞങ്ങൾ നിന്ന റിസോർട്ട് ക്വൈറ്റ് നല്ലൊരു റിസോർട്ടായിരുന്നു. ഓൺലി നമുക്കൊരു പ്രോബ്ലം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം വരുന്നത് മാത്രം ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അടിപൊളി റിസോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളൊരു 2 days ഉണ്ട് ഊട്ടിയിൽ. അപ്പോൾ ഇനി വരുന്നത് നമ്മൾ ഏതൊക്കെ പ്ലേസസ് ആണ് പോയത് എന്നൊക്കെയുള്ള വ്ളോഗ്സാണ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.